Chacko, Mamta, Mohandas, Priya, Varrier, Mohandas, and a Varrier, Soubin Shahir, and a Varrier Abnichu, part of Perishai, theatre one. Kerala opinion on the Rundu, plus Alkarim, people's opinion on the Rundu, non-right. And collection is also improving every day. For evening hour, it started yesterday only. It is released. ഞങ്ങളുടെ എക്സ്പെക്ടേഷൻസിനെക്കാളും കൂടുതലായിട്ട് തന്നെ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് സൈൻ. ഐ ഹോപ്പ് ഫിലിം വിൽ വർക്ക്. ആൻഡ് ഇതൊരു ത്രില്ലറാണ് ആക്ച്വലി. ഇറ്റ്സ് കോൾഡ് ത്രില്ലർ. I call it as a social thriller. അതായത് ഇന്റർനാഷണലി അത് വരാറുണ്ട്, സോഷ്യൽ ത്രില്ലർ എന്ന് പറഞ്ഞുള്ള ജോണർ ഉണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ദിസ് എ കൈൻഡ് ഓഫ് സോഷ്യൽ ത്രില്ലർ. അതായത് സോഷ്യൽ ത്രില്ലർ എന്ന് പറയാൻ കാരണം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ പ്ലാറ്റ്ഫോം വെച്ചുകൊണ്ട് ഒരു ഫിക്ഷണൽ ത്രില്ലർ. അതാണ് അതിൻ്റെ ഒരു പരിപാടി. നടന്ന സംഭവമല്ല, പക്ഷേ പലർക്കും പലരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഇതിലെ മെയിൻ ക്യാരക്ടറായിട്ട് പലർക്കും സാമ്യത തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് പർപ്പസ്ഫുള്ളി അല്ല. പക്ഷേ ഒരുപാട് പേർക്ക് റെക്കഗ്നൈസിങ് വന്നിട്ടുണ്ട്. ഏതായാലും നമ്മളൊരു ആക്ച്വൽ ക്യാരക്ടറിനെ പോർട്രേ കാണുമോ എന്നുള്ളത്. പക്ഷെ അതിൽ അങ്ങനെ ഒരു സത്യമൊന്നുമില്ല. ഇറ്റ്സ് എ ഫിക്ഷൻ. സോഷ്യൽ മീഡിയയിൽ അല്ല, ഒന്നുമില്ല. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഫേക്ക് ന്യൂസ്, ഫേക്ക് റിവ്യൂസ്, fake news and fake reviews also I'll say. Fake reviews are the misleading, how people get misleaded, how it will affect the victims, their relatives, parents. അത് അവർക്ക് എഫക്റ്റ് ആകുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുക. അപ്പോൾ അതെങ്ങനെ ബാധിക്കുന്നു, അത് എങ്ങനെയാണ് അതിനെ നമുക്ക് അതിനൊരു പ്രത്യേക പോംവഴിയൊന്നുമില്ല. കാരണം അത് 2018 സംഭവിക്കും, 2023 സംഭവിക്കും, 2026 സംഭവിക്കും. അപ്പോൾ അതിൻ്റെ ഒരു നമുക്ക് കാര്യങ്ങളെ ഒരു സിനിമയിൽ നമുക്ക് പോയിന്റേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. വി കാൻ ഗിവ് എ സൊല്യൂഷൻ. സോ അതിൻ്റെ ഒരു പോയിന്ററും അതോടുകൂടി തന്നെ അതിൻ്റെ ഒരു സൊല്യൂഷൻ അല്ല. ഐ വിൽ സേ വാട്ട് വി ഫീൽ ആസ് ഫിക്ഷൻ, ഹൗ ഷുഡ് വി ഡു ഇറ്റ്. അങ്ങനെ ഒരു ഫിലിമാണ്. അത് ചിലപ്പോൾ റിയാക്ഷനാണ്. അതായത് മോശം ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ചിലർ മോശമായിട്ട് റിയാക്ട് ചെയ്യും, ചിലർ നല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നന്നായിട്ട് റിയാക്ട് ചെയ്യും. അത് നമുക്ക് ഐ കാൻ ബ്ലെയിം. ഇറ്റ്സ് ഓൾ ഓൺ ദ സ്പോട്ട്. വാട്ട് യു ഗിവ്, വാട്ട് യു ഗെറ്റ്. പെയ്ഡായി മാറില്ല, മാറിയല്ലോ. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് ലൈക്ക് ഇപ്പോൾ ഒരു പത്രത്തിൽ ആഡ് കൊടുത്തില്ലെങ്കിൽ അവർ മോശമായിട്ട് എഴുതും, പത്രത്തിൽ ആഡ് കൊടുത്താൽ അവർ നന്നായിട്ട് എഴുതും, ഓൺലൈൻ മീഡിയയ്ക്ക് പൈസ കൊടുത്താൽ അവർ നന്നായിട്ട് എഴുതും, കൊടുത്തില്ലെങ്കിൽ മോശമായിട്ട് എഴുതും. സോ ഇത് പറഞ്ഞ പോലെ ഇന്നത്തെ സാഹചര്യം ഞങ്ങളുടെ സിനിമയിലും പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഒത്തുചേർന്ന് ജീവിച്ച് കാണിക്കണം, അല്ലെങ്കിൽ ജീവിച്ച് പോകണം. ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് മിസ്യൂസിങ് ദ മീഡിയ, മിസ്യൂസിങ്. സി എവറിബഡി കാൻ ബി, ബിക്കോസ് ഇറ്റ് ഈസ് എല്ലാറ്റിലും ഉണ്ടത്. സിനിമയിൽ വേണ്ട നമ്മൾ മിസ്യൂസ് ചെയ്യും, ചിലത് മിസ്യൂസ് ചെയ്യില്ല. അപ്പോൾ മീഡിയയിൽ നമ്മൾ ജനറലൈസ് ആയിട്ടല്ല പറയുന്നത്. കാരണം whoever is misusing the media, people misuse it, no? There is a lot of way you can misuse it. അതേപോലെ പോസിറ്റീവായിട്ടും ചെയ്യാം. അങ്ങനെ മിസ്യൂസ് ചെയ്യുന്നവരുടെ പോയിന്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് മിസ്യൂസ് ചെയ്യപ്പെടരുത്. മിസ്യൂസ് ചെയ്യപ്പെട്ടാൽ അതെങ്ങനെ കുടുംബങ്ങളെ ബാധിക്കും, എങ്ങനെ അവരുടെ ബന്ധപ്പെട്ടവരെ ബാധിക്കും എന്ന് പറയുന്ന ഒരു സിനിമ. ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, ഒരു പോയിന്ററാണ്. സോഷ്യൽ മീഡിയ വഴി ലേഡീസ് നേരിടുന്ന പല വിധത്തിലുള്ള അബ്യൂസ് ഉണ്ട്. പ്രത്യേകിച്ച് കമന്റ്സിലൂടെ, സ്റ്റോക്കിംഗ്, കമന്റ്സിലൂടെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്ത കണക്കിലും. അപ്പോൾ ആ തരത്തിലുള്ള മെസ്സേജസ് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നൽകാൻ? അതാണ് സിനിമ. സിനിമ തുടങ്ങുന്നതേ അത് വെച്ചിട്ടാണ്. അതായത് ഹൗ പീപ്പിൾ സ്റ്റോക്ക് വുമൻ ആൻഡ് ഹൗ ബാഡ്ലി ദേ കമന്റ്. അത് ഇതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം എനിബഡി ക്യാൻ ഡു എനിത്തിങ്, എനിബഡി ക്യാൻ സേ എനിത്തിങ്. ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന എന്തെങ്കിലുമൊക്കെ കമന്റ് അടിക്കണം ആൾക്കാർക്ക്. അപ്പോൾ സിനിമയെ പറ്റിയിട്ടാണെങ്കിൽ ശരി, കാണാതെ കമന്റ് പറയാം, അതുപോലെ തന്നെ കണ്ടിട്ട് കമന്റ് പറയാം, അതുപോലെ തന്നെ വുമൺ ടു ബി റെസ്പെക്റ്റഡ് എന്നുള്ള ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാറിയിട്ട് സോഷ്യൽ മീഡിയ സ്റ്റാർട്ടഡ് ഡിസ്റെസ്പെക്ടിങ് പീപ്പിൾ, വുമൺ എസ്പെഷ്യലി. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ്. ചിലവര് ഇന്ററാക്ഷൻ ആണ്. അത് അവർ യൂസ് ചെയ്ത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും.
See, if they misuse it, we can't do anything about it. So we go with the trust that they will use it properly. If they misuse it, we can't do anything about it. അതാ ഞാൻ പറഞ്ഞത്, ജീവിച്ചു പോകണം. സിനിമയുടെ പ്രൊമോഷൻ അത് ഗുണകരമാകുന്നില്ലേ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി? അല്ല, അതല്ല, അങ്ങനെയല്ല. നെഗറ്റീവ് പബ്ലിസിറ്റി ഗുണകരമാവുക എന്ന് പറയുന്നത് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ, ബിക്കോസ് ആരും അതിനുവേണ്ടി ചെയ്യാറില്ല. See, nobody does it. Nobody create a negative. ഇപ്പൊ ഇവര് വന്നവരൊക്കെ ഫിലിം കണ്ടവരാണ്. ഈ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പൊ വന്നവരെല്ലാവരും സിനിമ കണ്ട് സിനിമ ഇഷ്ടപ്പെട്ട് വന്നവരാണ്. അപ്പോൾ അവരുടെ ഇന്ററാക്ഷനിൽ കുറച്ചുകൂടെ നമുക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു അവർ പറയുന്നതിനും. അതെ, അവർക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത്, അവർക്ക് എന്താണ് ഇഷ്ടപ്പെടാത്തത് എന്നുള്ള ഒരു ഇന്ററാക്ഷൻ ആയിരുന്നു അത്. പിന്നെ അതിൻ്റെ അവസാനത്തെ സെക്ഷനാണ് ഇവർ ഈ കണ്ടന്റ് ക്രിയേഷൻ ചെയ്തത്. അപ്പോൾ അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഹൗ യു യൂസ് ഇറ്റ്. സിനിമയിലെ മറ്റൊരു നായികയായ പ്രിയ പോലും കണ്ണടച്ച് കാണിച്ചാണ് സോഷ്യൽ മീഡിയ താരതമ്യം. അതെ, അതേ സോഷ്യൽ മീഡിയ വിമർശിക്കുന്നത് യോഗ്യം അല്ല. അതേ സോഷ്യൽ മീഡിയ, പ്ലീസ് യു ഷുഡ് സേ വാട്ട് ഡിഡ് ടു ഹർ. സമുദായമാണ് ഈ സിനിമയുടെ ഒരു ഇതിനെ പറ്റി എന്താണ് പറയാറ്? അസ്സലാമു നമസ്കാരം. ക്ഷമിക്കണം, ഞാൻ ഇച്ചിരി വൈകിയതിൽ എക്സ്ട്രീംലി സോറി. ആക്ച്വലി ഇതൊരു സോഷ്യലി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റാണല്ലോ. നമുക്കറിയാം, BKP സാർ എപ്പോഴും അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് എടുക്കുന്ന ഒരാളാണ്. ഇതൊരിക്കലും ഈ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. അതിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഒരു 1% ആളുകൾ മാത്രമേ ഇത് നെഗറ്റീവായിട്ട് എടുക്കേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഇപ്പോൾ ഈ മൂവിയിൽ തന്നെ നിങ്ങൾക്ക് കണ്ടന്റ് അറിയാം, ആ ഒരു വ്യക്തിയെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. എല്ലാവരും ഒരുപോലെയല്ല ചെയ്യുന്നത്. 99% ചെയ്യുന്നവർ നന്മയാണ് ചെയ്യുന്നത്. ആ 1% മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ മാത്രമാണ് ഇതിൽ നിങ്ങൾ എടുക്കേണ്ടതുള്ളൂ. സിനിമയെ കുറിച്ച് തന്നെ പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ സ്ത്രീകൾ നേരിടുന്ന പല വിധത്തിലുള്ള വിഷയങ്ങളെ എടുത്തു കാട്ടുന്ന ഒരു സിനിമയാണ്. ആസ് എ ലേഡി ഈ സിനിമയോട് എങ്ങനെയാണ് ആക്ട്രസ് എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞു? ഈ കഥ ചെയ്യണം എന്ന് തീരുമാനിച്ച തന്നെ ഇതിൻ്റെ സോഷ്യൽ റെലവൻസ് കാരണമാണ്. ആൻഡ് ഹൗ മച്ച് ഇറ്റ് ഇസ് ഫോക്കസ്ഡ് അറൗണ്ട് വിമൻ. ആൻഡ് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് ഇത് ഫോക്കസ് ചെയ്യുന്നത് ഒരു സാധാരണ സ്ത്രീയുടെ കഥയാണ്. ആൻഡ് ഇത് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട ഒരു അവസ്ഥ വരുന്ന ഒരു സാധാരണ വുമൺ നേരിടുന്ന കുറേ ചാലഞ്ചസ് ഉണ്ട്. That is what enticed me to actually do this film. Like I was very attracted to the line of this film. And അത് എനിക്ക് എൻ്റെ കരിയറിൽ തന്നെ കിട്ടാവുന്ന കഥ നമ്മളൊരു നല്ല കഥ ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നത് വളരെ റെയറാണ് as far as a female actor is concerned. Something that deeply touches your heart and something that's also made well. പക്ഷേ ഇതിൻ്റെ സോഷ്യൽ എലിമെൻറ്റ്സ് മാറ്റിവെച്ചാൽ ഇതിനകത്തൊരു ത്രില്ലർ എലിമെൻറ്റ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷേ ആ ത്രില്ലർ aspect also, it relates back to how unknowingly the men in our lives also might be passively contributing to the greater evil. So അത്തരത്തിലുള്ള ഒരു സോഷ്യൽ ഇതും കൂടെ അവയർനെസ് which men can take from this കൂടെ അടങ്ങിയ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതൊരു റെലവെൻ്റ് ആയിട്ടുള്ളൊരു ചെയ്യേണ്ട സിനിമയാണ് എന്ന് തോന്നിയത്. പിന്നെ ഓഫ് കോഴ്സ് when BKP sir sat and further fragmented the layers of the screenplay, അത് ഇനിയും ഭംഗി വെച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സം ബ്രില്യൻറ്റ് പെർഫോമൻസസ്. എനിക്ക് പേഴ്സണലി ഷൈൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നി. It was a brilliant performance according to me. I've watched the movie thrice now. And Jairaj, yeah. So Jairaj has done, Calicut Jairaj, who's played Anna എന്ന് പറയുന്ന ക്യാരക്ടറിനെ വാപ്പിച്ചിയായിട്ട് ചെയ്ത ക്യാരക്ടറും എനിക്ക് ഭയങ്കരമായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്തിരുന്നു. The pain of the family member related to the victim. Because we all can be victims. We come out with the help of social media. ഈ social media നല്ല രീതിയിലും ഉപയോഗിക്കാം, മോശമായ രീതിയിലും ഉപയോഗിക്കാം. So it is a tool that we have. But when we use it to weaponize certain things and unknowingly create victims in society, that is when it becomes a bad thing, right? I really liked that aspect because as victims of several things that we would have undergone, especially ഞാനും എൻ്റെ beginning stage of my career, I've been through something very similar. അന്ന് social media ഇല്ലായിരുന്നു. പക്ഷെ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ my parents would have faced a greater, the graveness of it, and it would have been very painful.
അപ്പം അല്ലാത്ത കാര്യങ്ങളിൽ തന്നെ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ the relatives of the victim suffer. Our pain actually translated into me. So there are a lot of elements in the film which actually connects me to a subject like this. അങ്ങനെയാണ് എനിക്കിത് വളരെ എനിക്ക് വീണ്ടും കാണുമ്പോഴും I'm feeling more and more. In fact, second time കാണുമ്പോഴേ I felt even more connected to the film that we've made. Not because I am in it, but just as a general audience. My mom also actually liked the film, which is very rare. So yeah. PKP പലപ്പോഴും പുതിയ സാങ്കേതിക വിദ്യയൊക്കെ പരീക്ഷിക്കുന്ന ആളാണ്. ഇതിൽ അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? അയ്യോ, ഇതിൽ സാങ്കേതിക വിദ്യ ഇല്ല. ഇറ്റ്സ് ഓൺലി കണ്ടന്റ് ഡ്രിവൺ ഫിലിമാണ്. പിന്നെ ഞാൻ വെച്ചാൽ അങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഉപയോഗിക്കുന്നേ ഉള്ളൂ. കാരണം ഞങ്ങൾ ഈ അഡ്വർടൈസിങ്ങിലായ കാരണം ചിലപ്പോൾ വിഷ്വലൈസേഷൻ വരുമ്പോൾ ചില സാധനങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോർ പോലീസിലെ സ്ലോ മോഷൻ തോട്ട് വന്നത് ഞങ്ങൾ ചോക്ലേറ്റ് പോറിങ്ങിലേക്ക് ഉപയോഗിക്കുന്ന ഒരു ക്യാമറ അതെന്തുകൊണ്ട് വെള്ളത്തിൽ ഉപയോഗിച്ചിടുന്നുണ്ട്. ആ ഒരു ദിവസം വെള്ളത്തിൽ ഉപയോഗിച്ചാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് എന്താ പറയുക, കോയിൻസിഡൻസ് പറയില്ല. മാത്രമല്ല നമ്മുടെ ഒരു കോംപ്ലിമെന്റിങ് ആണ് ഈ അഡ്വർടൈസിങ്ങും ഫിൽം മേക്കിങ്ങും ഫീച്ചറും. സോ അതുകൊണ്ട് വരുന്ന ചില അപ്ഡേഷൻസ് നമ്മൾ പഠിക്കുന്നത് വി അപ്ലൈ ഇൻ സിനിമ. ഇവിടെ നിന്നുള്ള സ്റ്റോറി ടെല്ലിംഗ് അവിടെ പോയി അപ്ലൈ ചെയ്യും. അങ്ങനെ സർവൈവ് ചെയ്ത് പോകുന്നതാണ്. ഇപ്പൊ ഞാനൊരു പരമ്പര ചെയ്തു ആമസോണിലോ. അല്ലല്ല, ആമസോണിൽ ഇപ്പൊ ഒരു സീരീസ് സ്ട്രീമിംഗ് ഹാഫ് പാൻസ് ഫുൾ പാൻസ് എന്ന് പറഞ്ഞിട്ട് ആമസോണിൽ ഗോയിങ് ഓൺ, സീരീസ് ഇസ് ഗോയിങ് ഓൺ. പിന്നെ നിർണായകത്തിന്റെ റീമേക്ക് ഹിന്ദിയിൽ ചെയ്തു. അപ്പൊ അങ്ങനെ അതിൽ ഉണ്ടായിരുന്നു. ഐ ലൈക്ക് ടു വർക്ക്. കാരണം നമ്മൾക്ക് ഇഷ്ടമുള്ള ജോലിയിൽ നമ്മൾ ചെയ്യുന്നു. ഇഷ്ടമുള്ള ജോലി എത്രയും കൂടുതൽ നമ്മുടെ ചുരുങ്ങിയ ജീവിതത്തിനുള്ളിൽ ചെയ്തു തീർക്കുക, അത് എൻജോയ് ചെയ്യുക. ആൻഡ് ഫിലിം മേക്കിംഗ് പ്രോസസ് ഇസ് വാട്ട് ഐ എൻജോയ്. ഇതിൻ്റെ റിസൾട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് കുറേ റിവ്യൂവേഴ്സ് ഉണ്ട്, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള റിവ്യൂവേഴ്സ് who see things, not even sees the depth of the film. സോ അവരുടെ ഇടയിലേക്ക് സർവേ ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പടം നമ്മൾക്ക് എൻജോയ് ചെയ്യാം. വാട്ട് എവർ വി ലൈക്ക് ദ പ്രോസസ് വി ഷുഡ് എൻജോയ്. അപ്പോൾ അതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കത് എന്നത് നമുക്ക് ഇഷ്ടമല്ലാതെ ഒരു മൊമെന്റ് വരുന്നു എന്ന് നമ്മൾ നിർത്തും. വി ഡോണ്ട് ഡു ഇറ്റ്. ഇതിപ്പോൾ എന്താണ് ഷൈനും പറയുന്നത്, നമ്മൾ ഇഷ്ടമുള്ള കാര്യമല്ലേ ചെയ്യുന്നു, അതിനെന്താ പ്രശ്നം? ഗൾഫിൽ എത്ര തിയേറ്ററിലാണ് റിലീസ്? ടോട്ടലി 45 സെന്റേഴ്സിലാണ് ഇപ്പോൾ റിലീസ് ഉള്ളത്. ആക്ച്വലി കണ്ടന്റ് ഞാൻ നോക്കാറുണ്ട്. അതെല്ലാം എപ്പോഴും നോക്കുന്നത് ചിലർക്ക് ചെറിയ തെറ്റുകൾ പറ്റിയേക്കാം, മനുഷ്യനല്ലേ. പക്ഷെ കണ്ടന്റ് നോക്കാറുണ്ട്. നല്ല കണ്ടന്റ് ആണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളൊരു തീരുമാനം. അത് ഞാൻ മുൻപേ പറഞ്ഞിരുന്നില്ല. ഇതൊരിക്കലും എൻ്റെ ഒരു കോർ ബിസിനസ് അല്ല. ഞാൻ ചെയ്യുന്നൊരു മെയിൻ ബിസിനസ് ഫീൽഡല്ല അത്. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്ന കണ്ടന്റ് നന്നാവണം എന്നുള്ളത് എനിക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഓ തീർച്ചയായും. ഈ സിനിമ കണ്ടതിന് ശേഷം തീർച്ചയായും. അല്ല, ഇവിടെ അപ്രീഷിയേറ്റഡ് ഒരു കാര്യം ഈ ഒരു സിനിമ എന്ന് പറയുന്നത് വലിയൊരു സ്റ്റാർ കാസ്റ്റോ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറോ ഒന്നും ഇൻവോൾവ് ചെയ്യാത്തൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയ്ക്ക് ഇപ്പോൾ മിസ്റ്റർ സമദിനെ പോലുള്ള ആൾക്കാർ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ വന്ന് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു വിസിബിലിറ്റി കൂടുന്നുണ്ട്. അത് ഐ തിങ്ക് ഇറ്റ് ഈസ് ആക്ച്വലി പ്യുവർലി ബേസ്ഡ് ഓൺ കണ്ടന്റ് ആയിരിക്കും ഈ ഫിലിം സെലക്ട് ചെയ്തിട്ടുണ്ടാവുക, നോട്ട് ഓൺ ദ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ. സോ ഐ ലൈക്ക് പീപ്പിൾ ഹു തിങ്ക് സിനിമ ആൻഡ് ആർട്ട് ബിയോണ്ട് ബിസിനസ്. Business also should be, it is important, but then they will get films to make. ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ഫിലിംസ് കിട്ടും. പക്ഷെ അങ്ങനെ കിട്ടുമ്പോൾ ഈ കണ്ടന്റ് ബേസ്ഡ് ആയിട്ട് സിനിമയ്ക്കുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഐ റിയലി അപ്രീഷിയേറ്റ് Truth Global and Mr. Samad on this. I think it's a very big gesture and was made us so happy. അതെന്ത് ചെയ്യാൻ പറ്റും സാർ? അത് നമ്മളെ പറ്റി കണ്ടന്റ് നല്ല സിനിമയാണെങ്കിൽ നല്ല ഓഡിയൻസ് പോയി കണ്ടാൽ സിനിമ സക്സസ് ആവും. കാണാത്തതിന് നമുക്ക് ഉത്തരവാദിത്തം പറയാൻ പറ്റില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ആ പ്രോസസ്സ് നമ്മൾ ചെയ്യുക. പക്ഷേ കണ്ടന്റ് കാണാതിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ്സ് നോട്ട് ഇൻ യുവർ കൺട്രോൾ. അമ്പയെ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പ്രേക്ഷകർ പോയി കാണാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, പക്ഷേ അതിനുള്ളൊരു ശ്രമം വേണ്ടേ? അതുകൊണ്ടാണ് അത് അമ്പയെ പരാജയപ്പെടുന്നത്. പക്ഷേ അതുകൊണ്ട് കണ്ടന്റ് മോശമാവുന്നില്ല. പിന്നെ ഒരു സിനിമ നല്ലതോ ചീത്തയോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ കച്ചവട മൂല്യം വെച്ചിട്ടല്ല. ഏറ്റവും കൂടുതൽ സക്സസ് കിട്ടുന്ന സിനിമകൾ നല്ലതും ഏറ്റവും അമ്പയെ പരാജയപ്പെടുന്ന സിനിമകൾ മോശം എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെയൊരു എന്താ പറയുക, അങ്ങനെ ഒരു ഇതേ പാടില്ല. ലൈക്ക് ഇൻ ദ സെൻസ് ദാറ്റ്സ് നോട്ട് കറക്റ്റ്. ഇറ്റ് ക്യാൻ ബി, ഇറ്റ് ഇസ് നോട്ട്, സി ഫൈനലി ഇറ്റ് ഇസ് 2 hour film. You spend 100 crore or you spend 1 crore, it is 2 hour film or a 1 hour 45 minutes film. So it's a content. അത്രേ ഉള്ളത്.
പക്ഷേ കണ്ടന്റ് നല്ലതായിട്ടും പല സിനിമകളും തിയേറ്ററിൽ പരാജയപ്പെടാനുള്ള കാരണമായിട്ട് പറയുന്നത് OTT റിലീസിന് പറയുന്നത്. അതായത് വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ OTT റിലീസ് വരുന്നത്. ഇപ്പോ പാച്ചു, അതുപോലെ തന്നെ 2-3 സിനിമകൾ അണ്ടകടാഹം, ഈ 2-3 സിനിമകളൊക്കെ OTT വന്നിട്ട് ഭയങ്കര അഭിപ്രായം പറയുന്നുണ്ട്, തിയേറ്ററിൽ നിന്ന് കാണാതെ പോകുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ. അപ്പൊ ഈ OTT റിലീസും തിയേറ്റർ റിലീസും തമ്മിലുള്ള ഗ്യാപ്പിൽ എന്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോ OTT content should be made for OTT. For example, web series like Amazon, which I did, my intention when I did that, I learned also, because it was their point of view is how an OTT audience will take it. അവരുടെ ഒബ്ജക്റ്റീവ് ആണ്. ആ ഒബ്ജക്റ്റീവ് വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. സിനിമ ചെയ്യുന്നത് തിയേറ്ററിന് വേണ്ടി തന്നെയാണ്. ആരും ഇത് OTT വേണ്ടി പടം ചെയ്യാന്ന് പറയില്ല. കാരണം ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഒരു സിനിമ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്ന മാനസികാവസ്ഥയും ഒരു ഗ്രൂപ്പിൽ ഇരുന്ന് കാണുന്ന മാനസികാവസ്ഥയും രണ്ടാണ്. നമ്മുടെ ആസ്വാദനം മാറും. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ലാപ്ടോപ്പിൽ ഇരുന്ന് കാണുമ്പോഴും അതേപോലെ നമ്മൾ ഗ്രൂപ്പിലിരുന്ന് കാണുമ്പോഴും ആസ്വാദനം കംപ്ലീറ്റ് ആയിട്ട് മാറും. സോ എവരി സിനിമ, as I said, whether it is 100 crore or 1 crore, it should be watched in theatre. When a theatre experience പറയുന്നത്, തിയേറ്റർ എക്സ്പീരിയൻസ് ഇസ് വാട്ട്? അത് മാത്രമല്ലല്ലോ, തിയേറ്റർ സിനിമ എന്ന് പറയുന്നത് കണ്ടന്റ് ഡ്രിവൺ കൂടിയാണ്. സോ എവറിഥിങ് ഡസന്റ് ഹാവ് ടു ബി, ബട്ട് ഇറ്റ് ഷുഡ് ബി എൻജോയ്ഡ് ഇൻ എ ബിഗ് സ്ക്രീൻ, വെദർ ഇറ്റ്സ് എ ബിഗ് ഫിലിം ഓർ എ സ്മോൾ ഫിലിം. നേരത്തെ റിവ്യൂസിനെ പറ്റി ആവർത്തിച്ച് പറയട്ടെ. ഇപ്പോൾ 2018 സക്സസ് ആയി, രോമാഞ്ചമൊക്കെ സക്സസ് ആയി. ഇതിന് ഒരു നല്ല പടത്തെ ഒരിക്കലും ഒരു ബാഡ് റിവ്യൂസ് കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. അതിനൊരു തെളിവല്ലേ ഇതിന്റെ ഒരു വിജയം? അല്ല, അത് പല ഘടകങ്ങളുണ്ട് അതിന്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഓൺലി ഇറ്റ്സ് എ ഗുഡ് ഫിലിം. ഇറ്റ് ഈസ് അബൌട്ട് ദ കണ്ടന്റ്, അബൌട്ട് ദ സ്കെയിൽ, അബൌട്ട് ഇപ്പൊ 2018 എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കണ്ടന്റ് പോലെ തന്നെ സ്ട്രോങ് ആണ് അതിന്റെ സ്കെയിലും. അതിന്റെ ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാവുന്നതിന്റെ ഏറ്റവും നല്ല പരമാവധി നല്ലൊരു സിനിമയാണ് 2018 എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരിക്കലും പറയില്ല, അത് ചീത്ത എഴുതി അവരൊക്കെ അടി കിട്ടും. മനസ്സിലായോ? ഇപ്പൊ ഇത് എവിടെയാണ് ഈ ഗെയിം നടക്കുന്നത് വെച്ചാൽ, ഒരു ചെറിയൊരു മിക്സ്ഡ് ഫീൽ വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഈ ഇത് വരും. അല്ലെങ്കിൽ nobody will say it, nobody can say it, even if they don't like it, they won't say it. അങ്ങനെ bigger films are big risk. I know, I met Jude when we were acting together in a film. So എനിക്കറിയാം what was the tension what she was going through. It's not a small tension. It is എന്താ പറയാ, കൺവിക്ഷനും ആ ഒരു വിഷനും ആ ഒരു ലക്കും എല്ലാം ഉണ്ടായി. ഹാർഡ് വർക്ക്, അതുപോലെ ലക്കും. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. പ്രേക്ഷകനാണെങ്കിൽ വല്ലാതെ നിരന്തരം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഏതാണ് വിജയിക്കുക, ഏതാണ് പ്രവചിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ആൻഡ് ഐ എം സെയിങ്, ഒരു സിനിമ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല സിനിമയും ചീത്തയാവുന്നതും സക്സസ് നോക്കി മാത്രമല്ല. എത്രയോ നല്ല സിനിമകൾ ഇപ്പം എനിക്ക് അടുത്ത് ഇഷ്ടപ്പെട്ട കണ്ടന്റാണ് അപ്പൻ. പക്ഷെ ഇറ്റ് ഡിഡ്ന്റ് ഡു തിയേറ്ററിക്കൽ വന്നതുപോലുമില്ല. സോ ഇറ്റ് ഇസ് സാഡ് പാർട്ട് ഓഫ് ഇറ്റ്. പക്ഷെ പണ്ട് ഞങ്ങൾ വളരുന്നവരും അങ്ങനെ ആയിരുന്നില്ല. വെൻ വി വർ ഗ്രോയിങ് അപ്പ് വി കുഡ് സീ എവറി കൈൻഡ് ഓഫ് സിനിമ. ലൈക്ക് ഹരിഹരൻ സാർ ഉണ്ടാവും, ഹരിഹരൻ സാർ കോമഡി ഫിലിംസ് ചെയ്തിട്ടുണ്ട്, അടൂർ സാറിൻ്റെ പടം, അരവിന്ദൻ സാറിൻ്റെ പടം, അതുപോലെ തന്നെ എ.വി. രാജൻ്റെ പടം, ശശികുമാർ സാറിൻ്റെ പടം. സോ വി ഹാഡ് ചോയ്സസ് ആൻഡ് വി വെന്റ് ആൻഡ് സോ ഓൾ ദ ഫിലിംസ്. ഞങ്ങൾ റിവ്യൂ നോക്കി സിനിമ കാണാൻ പോയിട്ടില്ല. വി വെന്റ് ആൻഡ് വാച്ച് ദ ഫിലിം ബിക്കോസ് വി ആർ പലപ്പോഴും ചോദിക്കുന്നത് പുനരധിവാസം ചെയ്തിട്ട് എങ്ങനെയാണ് 3 Kings ചെയ്തത്. ബിക്കോസ് 3 Kings I enjoyed. Because I enjoyed Hariharan sir's College Girl, Mailatha Sundari. So I wanted to make a film like that. So it is, as I said, what you enjoy, you do. അപ്പോൾ അങ്ങനെയാണ് കണ്ടന്റ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ലൈവ് വന്നു കഴിഞ്ഞാൽ ലൈവിലെ കണ്ടന്റ് ഇന്നത്തെ ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. That's what I was telling, no? Fake news, fake reviews, treating women badly, all that is ഇന്നത്തെ ഈ പറഞ്ഞ പോലെ മിസ്യൂസ് ചെയ്യുന്നതാണ്. അത് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇല്ല ഞാൻ പറയില്ല. പക്ഷെ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ as a fiction we take what is wrong, എന്നിട്ട് അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഫിക്ഷൻ ആക്കിയിട്ട് കൊടുക്കണം. Because that is what we should point to as audience. നേരത്തെ സോഷ്യൽ മീഡിയയിൽ പറ്റി പറഞ്ഞ കുറേ സ്ത്രീകളെ സംബന്ധിച്ച് ഈ മുഖ്യധാരയിലേക്കും ഇതിലേക്കൊക്കെ വരാനുള്ള വലിയൊരു മാധ്യമമായിട്ടത് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു പോസിറ്റീവ് എലമെന്റ് ഒരു ഭാഗത്തില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. പോസിറ്റീവ് ഭാഗങ്ങൾ തന്നെയാണല്ലോ നമ്മൾ നല്ലതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആൻഡ് വി റിക്രൂട്ട് ദി ഹെൽപ്പ് ഓഫ് സോഷ്യൽ മീഡിയ ടു promote good things as well. I mean, it's helping. Imagine how many people are running there. എനിക്കറിയാം, lot of women who don't have a retail business, they run home business, and adellam with the help of social media.
So there's a lot of good that is coming out of this. But the bad is very, very grave as well. I was just earlier telling today during breakfast, I was telling BKP sir that, you know, there are some people who actually, women who actually come on social media and where a female actress in the I mean, it's a very crude word to use, but there are people who run porn channels on Instagram and they actually put very bad comments to attract other men who are being followed, you know, who follow other female social celebrities. This is recruiting social media for the worst, right? That's we swipe left and delete or restrict it. And there was a similar comment which I read this morning, which was someone was already berating the film, and there was somebody else, another follower who had counter commented it, saying that എടാ നീ ആദ്യം പോയി പടം കാണ്, പടം അടിപൊളി പടം കണ്ടിട്ട് അഭിപ്രായം പറയാൻ. പടം കാണാത്തവരാണ് കുറേ പേര് എഴുതുന്നത്, because they might have read a negative review somewhere, or you know, they don't know, whereas actually theater il poyittu padam കാണുന്ന ഒരുപാട് പേർക്ക് they're like, oh my god, the film is so good, including the night clubs ഉണ്ടായിരുന്നു എന്ന് കേട്ടു. My cousin actually called and told me that. I was very happy. വേറെ എനിക്ക് എന്നോട് ഒരു ബന്ധമില്ലാത്ത 2-3 പേര് ഡാഡി വിളിച്ച് കുറച്ച് നല്ല അഭിപ്രായം പ്ലീസ് കൺവേ, നമ്മുടെ റിലേറ്റീവ്സിൻ്റെയും ഫാമിലി ഫ്രണ്ട്സ് പോയി കണ്ടിട്ട് ഇത് അവാർഡിനൊക്കെ പോകണം, പ്ലീസ് ആസ്ക് ദം ടു സെൻഡ് എന്നൊക്കെ പറഞ്ഞു. സോ അങ്ങനെ കേൾക്കുമ്പോൾ വി ഫീൽ വെരി എൻകറേജ്ഡ്. ആൻഡ് ലൈക്ക് യു സെഡ്, there's a lot of good content that don't get the right kind of traction. അത് എന്തുകൊണ്ടാണ് കമ്മിങ് ഓഫ് OTT ആണോ, അതോ our turnover time has become as less as I think 21 days if I'm not wrong. 3 weeks you can watch a film that is not done well, and OTT is where they get their space, you know. So right, but OTT is also not that easy. നമ്മൾ പറയുന്ന പോലെ easy അല്ല. OTT എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമ OTT ൽ വരുന്നില്ല. It is not easy to sell a film to OTT. It's not നമ്മൾ പറയുന്ന പോലെ എളുപ്പമല്ല. എല്ലാ സിനിമകളും OTT ൽ വരുന്നു പറയുന്നതിൽ അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. മലയാളത്തിലെ മിക്ക നടിമാരും വർഷങ്ങളായി പറയുന്നത് മലയാളത്തിൻ്റെ നടിമാരൊക്കെ തന്നെ മലയാളികൾ മുഖായിട്ടാണ്. പക്ഷെ അതേ മലയാള താരങ്ങളെ തന്നെ, അതേ മലയാളി സമൂഹത്തെ തന്നെ മോശമായിട്ട് സിനിമയും സ്ത്രീകളെ മൊത്തം വിദേശത്ത് കിടക്കുന്നതൊക്കെ തെറ്റായ രീതിയിലേക്ക് പോകുന്ന സന്ദേശങ്ങൾ കേരള സ്റ്റോറീസ് പറഞ്ഞപ്പോൾ നിങ്ങളെപ്പോഴും സമൂഹത്തെ ബാധിക്കും. ഇത് മമതയെ വിദേശത്ത് പഠിക്കുകയും വളർന്ന നടിയാണ്. നിങ്ങളെ പുറത്തു പോകുമ്പോൾ എന്തായിരിക്കും നിങ്ങളെ പറ്റിയുള്ള ചിന്തകളാണ്? Actually, Kerala story, I did not pay attention. It's very sad to say that, you know, someone like me has not paid a lot of attention to what is actually happening there. But you know, as someone has once rectified, I think on social media, or they put like a statement on social media saying that that is not the whole story. This is actually only a small percentage of you know, the women in Kerala. So I cannot speak for everyone. So if I was more aware of what actually happened, I would have been able to tell you more. I'm sorry about that. അറിയാതെ പറയരുതല്ലോ. സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച നടത്തുന്ന കാര്യമാണ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന കാര്യം. അതിന്റെ ചിത്രങ്ങൾ അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഐ എ ഫിലിം മേക്കർ. എൻ്റെ കോൾ ഷീറ്റ് 9 to 6 ആണെങ്കിൽ ഇഫ് ദേ ആർ ഓൺ ടൈം ഓൺ മൈ സെറ്റ്, ഐ ഡോണ്ട് കെയർ. After that, they can do whatever they want. That is cinema മാത്രമല്ല, that's everywhere it is there. So it is unnecessary. It is blaming only a medium which I love. I don't feel that it is. I don't know. That's not fair. Because നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സിനിമയ്ക്ക് ഷൂട്ടിങ്ങിൻ്റെ സമയത്തിന് വരിക, നമ്മുടെ ക്യാരക്ടറായിട്ട് കറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യുക, നമ്മളുമായിട്ട് ആസ് എൻ ആക്ടർ ഷുഡ് ഇൻട്രാക്ട് വെൽ. അങ്ങനെ വരുമ്പോൾ അതാണ് നമുക്ക് മുഖ്യം, ടു മേക്ക് എ ഫിലിം. Rest of the thing is their problem. Or if they are creating that or carrying forward that to my set, then it's a problem. But that, as a director, it's my right to stop it. അവിടെ കൃത്യം പറ്റില്ല. അങ്ങനെ പറയുന്ന ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഒരു സ്കൂൾ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ സ്ഥാപന മേധാവി ഇപ്പം വിജയ് പറഞ്ഞ ഒരു കമന്റ് പറഞ്ഞാൽ അതിനോട് സമൂഹത്തിൽ സ്കൂളും സിനിമയും വ്യത്യാസമുണ്ട്. School is where you are being brought up. You are being taught. You are being taught how you should be as a human being, correct? Cinema is an art form. Cinema is a lot of artists. Their creative mind, their creative stuff, how it works, I don't know. But ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല, ഇന്ന് വന്നതല്ലല്ലോ. ഇതെല്ലാം എന്നോ ഉണ്ട്. അത് സിനിമയിൽ മാത്രമല്ല, എല്ലാവിടെയും ഇല്ലേ. IT-യിലുണ്ട്, ജേർണലിസത്തിലുണ്ട്, എല്ലാവിടെയും ഉണ്ട്, സ്കൂൾസിലും ഉണ്ട്. സോ
it is എന്താ പറയുക, അത് നമുക്ക് ആരും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. യു കാൻ ബ്ലെയിം എനിബഡി. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ ഫിലിം മേക്കർ അതെനിക്ക് പറയാൻ പറ്റും. ഞാൻ സ്കൂളിലെ പ്രിൻസിപ്പൾ ആണെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ റിയാക്റ്റഡ് ഡിഫറെൻ്റ്ലി. But I am not a school principal. I am a creative person. I am a director. I should understand other artists' mindset. And as far as I am getting my result on time, I don't mind. Because they can do whatever. I am a person, I don't drink or I don't smoke. So I am clear on my mind. പല നടന്മാരും ഒരു കംഫർട്ട് ടീമിന്റെ കൂടെ ജോലി ചെയ്തു. പ്രത്യേക ഇന്ന സംവിധായകരുടെ കൂടെ മാത്രമേ വർദ്ധിക്കാൻ താല്പര്യപ്പെടുന്നു. പല സീനിയേഴ്സ് ഡയറക്ടേഴ്സിന് പോലും കാത്തിരിക്കേണ്ടി വരുന്നു വർഷങ്ങൾ ഇവരുടെ ഡേറ്റ് കിട്ടാൻ. സത്യം. That is a very truthful statement because കാരണം ഒരുപാട് senior directors actually waiting for actors' dates, which is really sad, which they have proved themselves as fabulous directors. And I think all these actors should be lucky enough when they are calling to go and act. Adana respect എന്ന് പറയും. Then it is not their perspective. Everything can't be an actor's perspective. It has to be a filmmaker perspective. If you ask me, a director is this. See, I work with a lot of woman-oriented stories. Very simple, because it is lot of stories untapped is there in through untapped we have the story of woman stories under. So why are we going behind? And you can do economically well. You can get the market. Heroinism, ഞങ്ങളിതിൽ പറയുന്നുണ്ട് ആക്ച്വലി. ഹീറോയിനിസം എന്ന് പറയുന്നുണ്ടെങ്കിലും ഹീറോയിനിസം is not hitting 15 people. It's on the mind. It's on the thought process. So ഇപ്പോൾ നമ്മുടെ പഴയ ഹിസ്റ്ററി ലിറ്ററേച്ചർ എടുത്താൽ എല്ലാ സാഹിത്യം എടുത്താലും what you see everywhere women characters are very strong. അതുകൊണ്ടാണ് പഴയ സിനിമകളിൽ എപ്പോഴും വുമൺ ക്യാരക്ടർ സ്ട്രോങ് ആയിരുന്നത്. കാരണം നമ്മുടെ സാഹിത്യത്തിലുണ്ട്, നമ്മുടെ കവിതയിലുണ്ട്, എല്ലാറ്റിലുണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. സോ ഐ ആം നൗ വെരി ക്ലിയർ. I look for films where I can tell different stories. I don't want to make big films. I want to make comfortable cinema the way I want to make the film, because I am a director of the film and I will decide what I want to make and it is my call. So I will make those kind of cinema. There is lot of woman stories, lot of stories untapped still, and I am trying for that.